ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ തന്നെ നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഇവിടെ നൂൽപുട്ടും തേങ്ങാപ്പാലും ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് എന്നും പറയും. പക്ഷെ എനിക്ക് അതിന് നേരം കിട്ടാറുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കറികളായിട്ട് ഇങ്ങനെ ഓരോന്ന് വെക്കണ കാരണം അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നൂൽപുട്ടും തേങ്ങാപ്പാലും ഒക്കെ വിചാരിച്ചു. അപ്പോൾ ഏട്ടനും അതുപോലെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവൻ നല്ല കഴിക്കും. പിന്നെ ഏട്ടനും അതെ നല്ല കഴിക്കും കേട്ടോ. നൂൽപുട്ടും തേങ്ങാപ്പാലാണെങ്കിൽ എനിക്ക് കടലക്കറി, ഗ്രീൻ പീസ് കറി അങ്ങനത്തോടെ താല്പര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമാണോ, നൂൽപുട്ടാണോ തേങ്ങാപ്പാലാണ്, ഏതാണ് അതിന് കോംബോ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്നും പറയണം കേട്ടോ. അപ്പോൾ രാവിലെ അതൊക്കെ കഴിഞ്ഞു. അത് ഉച്ചയ്ക്ക് തേങ്ങ അരച്ച മാന്തൾ കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി, അതിലേക്ക് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് തക്കാളി, പച്ചമുളക്, പുളിയൊക്കെ പിഴിഞ്ഞിട്ട് നല്ല കുറുന്നനെ നല്ല കുറച്ചൊക്കെ കട്ടിയിലായിട്ട് ഇതാക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി കറി. അപ്പോൾ കടയ്ക്ക് ഉണ്ടാക്കണ കാരണം അത് കുറേ വെക്കണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല സെറ്റപ്പാക്കിയിട്ട് ഉണ്ടാക്കാം. പക്ഷെ കടയ്ക്കാണെങ്കിൽ തോനെ വേണ്ട, കാരണം കൊണ്ട് വേഗം തട്ടിക്കൂട്ടി ഒരു കറിയാവും. പക്ഷെ ഇതാകുമ്പോൾ വീട്ടിലാണെങ്കിൽ ആസ്വദിച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് കുറച്ച് ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ എനിക്ക് മാന്തൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായിരുന്നു കറി. ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായിരുന്നു കേട്ടോ. മാന്തൽ കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, അതുപോലെ പുളിയഞ്ചി, പിന്നെ മീൻ വറുത്തത്, ചോറ്, പിന്നെന്താ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, ഇരുമ്പാമ്പുളി അച്ചാർ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല പിടിച്ചിട്ടാം. അപ്പോൾ ഉച്ചത്തെ ഫുഡ് അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോണ സമയങ്ങളിൽ വഴി കൂടെ പോണ വണ്ടികൾ വരെ മേൽ വന്ന് വീഴുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. എത്ര മക്കളാണ് ഇതുപോലെ മരിച്ചു പോണത്. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മക്കളെ കൊണ്ടാക്കുമ്പോഴും എന്ത് ധൈര്യത്തിൽ കൊണ്ടാക്കണമെന്ന് ആലോചിക്കുക. സ്കൂളിൽ എക്സാമിന് പോയ ഒരു കുട്ടികൾക്കുണ്ടായ സംഭവമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടി. കാട്ടാനിറങ്ങുക, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ, ആളുകളെ ചവിട്ടി കൊല്ലുക, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുക. ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര കാര്യങ്ങളാട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് എന്താ പറയുക, ജിലേബിൻ്റെ എന്താ പഴുത്ത് കഴിച്ചിട്ട്, പിന്നെ ഈ വൈകുന്നേരം ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനം, ഒരു ബോൾ പോലെ ആയിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റട്ടോ. എന്നിട്ട് അതിനെ 3 കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്ന് പുഴുങ്ങിയെടുത്തു. അതിലേക്ക് മസാലകളൊക്കെ അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ മുട്ട, ബോയിൽ ചെയ്ത മുട്ടല്ലേ, അതൊന്നിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാലോ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ജസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഇപ്പോൾ ഈ കൊഴുക്കട്ട എന്നൊക്കെ പറയില്ലേ, അതേപോലെ കുഞ്ഞു ബോൾ, അവിടെ ഏട്ടനും മോനും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാധനം. അപ്പോൾ അത് അവിലേറ്റിട്ട് അതും ഇതിലിട്ട് വറവിട്ട് ചെയ്തപ്പോൾ നല്ല രസം, നല്ല കോംബോ ആണ് കേട്ടോ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ അതൊന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ നൈറ്റൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മ വിളിക്കണ്, ഇന്നെന്താ സ്പെഷ്യൽ കറി, അപ്പോൾ ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ ഞങ്ങോട്ട് കൊടുത്തയക്കാൻ. അപ്പം ഭയങ്കര ഹാപ്പി. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, ഇന്ന് ചിക്കൻ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ വിളി വന്നത്. ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നൈറ്റും കുശാലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ, ബൈ, സീ യു.